സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 98-ാം ദശകം പഠിക്കാം. ഈ ദശകത്തിലെ നിഷ്കള ബ്രഹ്മോപാസനം, ആ ഈശ്വരൻ്റെ നിഷ്കള സ്വരൂപത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ആ ശ്രീകൃഷ്ണൻ്റെ ഭാവം സകല സ്വരൂപത്തിൻ്റെ ഏറ്റവും തേജസ്സുറ്റ ഭാവമായിട്ടാണ് ശ്രീകൃഷ്ണൻ്റെ ഭാവം. അത് നിഷ്കള സ്വരൂപം, ആ ഈശ്വരൻ്റെ സ്വരൂപമാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. പക്ഷേ ഭട്ടതിരി ആ സ്വരൂപം കൃഷ്ണൻ തന്നെയാണ് എന്നിടയ്ക്ക് സൂചിപ്പിക്കുന്നുമുണ്ട്. ആ സ്വരൂപത്തെ വന്ദിക്കുന്നതോടൊപ്പം കൃഷ്ണ എന്നും ഇടയ്ക്ക് ഓർക്കുന്നുണ്ട്, ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. യസ്മിന്നേതത് വിഭാതം യതൈദമഭവത് യേന ചേദം യേതത് യോസ്മാദുത്തീർണരൂപഃ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരവി മനസാം യസ്യ ദേവാ മുനീന്ദ്രാനോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. യസ്മിൻ എന്ന് പറഞ്ഞാൽ യാതൊന്നിൽ, ആ ഭഗവാനിൽ, ഏതത് ഇത്, ഈ പ്രപഞ്ചം മുഴുവൻ വിഭാതം പ്രകാശവനമായിരിക്കുന്നു. യതഃ ഇതം, യാതൊന്നിൽ നിന്നാണോ ഇതം എന്നുള്ളതിവിടെ ഇത് എന്നുള്ളത് ഈ പ്രപഞ്ചം, യതഃ യാതൊന്നിൽ നിന്ന്, ആ ഭഗവാനിൽ നിന്ന്, അഭവത് ഭവിച്ചു. ഏന ച ഇതം, ഏന യാതൊന്നിനാൽ ഇതം ഇത്, ഈ പ്രപഞ്ചം ഉണ്ടായി. ച യാതൊന്നിനാൽ ആണോ പ്രപഞ്ചം ഉണ്ടായത്. ഏതത്, യഹ ഏതത്, യാതൊന്നാണോ ഇത്, യാതൊന്ന് തന്നെയാണ്, ആ ഭഗവാൻ തന്നെയാണ്. ഇവിടെ ഏതത് ഇത്, ഇത് എന്ന് പറയുന്നതെല്ലാം ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ്. യാതൊന്ന് തന്നെയാണ് ഈ പ്രപഞ്ചം. യഹ അസ്മാത് ഉത്തീർണ രൂപ, അസ്മാത് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിൽ നിന്നും, ഉത്തീർണ രൂപ എന്ന് പറഞ്ഞാൽ അതിക്രമിച്ച് നിൽക്കുന്ന ശക്തി. യഹ യാതൊന്നാണോ, യാതൊരുവനാണോ, ഖലു നിശ്ചയമായും, സകലം ഇതം, ഇതം സകലം, ഇത് മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ, ഭാസിതം പ്രശോഭിക്കുന്നു. യസ്യ ഭാസ, യാതൊന്നിൻ്റെ, യാതൊരുവൻ്റെ ആ പ്രകാശം കൊണ്ട്, ഭാസ ഭാഹ ഭാസൗ ഭാസ, പ്രകാശം നർത്ഥം. യഹ വാചാം ദൂരദൂരേ, യഹ യാതൊരു ശക്തിയാണോ, വാചാം വാക്കുകൾക്കൊക്കെ ദൂരെയാണ്, അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ്. പുനഃാപി വീണ്ടും, മനസ്സാം ദൂരെ എന്നുള്ള അർത്ഥമാണ്. മനസ്സുകളുടെ നമുക്ക് ചിന്തിച്ച് മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റുകയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ദൂരെ. യസ്യ അടുത്ത വരിയിലെ തത്വരൂപമാണ്. യാതൊന്നിൻ്റെ, ആ ശക്തിയുടെ തത്വരൂപത്തെ ദേവാഹ ദേവന്മാരെ, മുനീന്ദ്രാഹ മുനീന്ദ്രന്മാരും, നോ വിദ്യുഹു, വിദ്യുഹു എന്ന് പറഞ്ഞാൽ അറിയുന്നു, നോ വിദ്യുഹു എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. കിമു പുനരപരേ എന്നാണ്. കിമു പിന്നീടാണോ, പുനഃ പിന്നീട്, അപരേ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പിന്നെ എന്തറിയാനാണ്. കൃഷ്ണ, അല്ലയോ കൃഷ്ണ, തസ്മൈ നമസ്തേ, അവനായിക്കൊണ്ട് നമസ്കാരം, ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ജന്മാധോ കർമ്മനാമസ്ഫുടമിഹ ഗുണദോഷാദികം വാനയസ്മിൻ ലോകാനാം തേയ സ്വയമനുഭജതേ താനി മായാനുസാരീ ബിഭ്രച്ഛക്തിരൂപോപി ച ബഹുതരരൂപോ വിഭപ്ത്യദ്ഭുതാത്മാ തസ്മൈ കൈവല്യധാംനേ പരരസ പരിപൂർണായ വിഷ്ണോ നമസ്തേ. ജനനം അഥ, പിന്നീട് കർമ്മ, ജന്മം കർമ്മം നാമകർമ്മവും, ഇഹ ഇവിടെ ഗുണദോഷാധികം, ഗുണം ദോഷം തുടങ്ങിയവ. വാ എന്ന് പറഞ്ഞാൽ ഗുണദോഷാധികമോ, വാ എന്ന സ്ഫുടം, വ്യക്തമായ, വ്യക്തം, സ്ഫുടത്തിന് വ്യക്തം എന്നർത്ഥമുണ്ടല്ലോ, എന്ന് സ്ഫുടം, വ്യക്തം അല്ല. യസ്മിൻ യാതൊന്നിൽ, ആ ഭഗവാനിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വ്യക്തമല്ല എന്നർത്ഥം. ലോകാനാം ഊതയെ എന്നാണ്, ലോകത്തിൻ്റെയൊക്കെ അനുഗ്രഹാർത്ഥം. ഊതി എന്ന് പറഞ്ഞാൽ ഇവിടെ യഥാർത്ഥം, അനുഗ്രഹാർത്ഥം. യാതൊരു ശക്തി, യാതൊരുവൻ സ്വയം അനുഭജതേ, സ്വയം
അത് സ്വീകരിക്കുന്നു. എന്ത് താനി ആദ്യത്തെ വരിയിൽ പറഞ്ഞ ജന്മം, കർമ്മം, ഗുണദോഷാധികം ഇവയൊക്കെ മായാനുസാരി, മായയെ അനുസരിച്ച്, ഇതൊക്കെ മായയുടെ ശക്തികളാണ്. അതിനെ അനുസരിച്ചുകൊണ്ട് എന്തിനാണെന്നാൽ ഇതിനെയൊക്കെ സ്വീകരിക്കുന്നത് ലോകാനാമുദയ, ലോകാനുഗ്രഹത്തിനായിക്കൊണ്ട് ആ ശക്തി സ്വീകരിക്കുന്നതാണ് എന്നർത്ഥം. വിഭ്രത് ശക്തീഹി, ശക്തികളെ ധരിക്കുന്നവൻ ആണെങ്കിലും, അരൂപ അഭി, എന്നാൽ രൂപമില്ലാത്തവനാണെങ്കിലും, ബഹുതര രൂപ, പലതരത്തിലുള്ള രൂപത്തോടു കൂടിയവനായിട്ട് വിഭാതി, ശോഭിക്കുന്നു. അദ്ഭുതാത്മാവായ, അത്ഭുത സ്വരൂപനായ ഭഗവാൻ. തസ്മൈ, അവനായിക്കൊണ്ട്, അതിനായിക്കൊണ്ട്, ശക്തിക്കായിക്കൊണ്ട്, കൈവല്യധാംനേ, കൈവല്യം എന്ന് പറഞ്ഞാൽ മോക്ഷം, മോക്ഷത്തിന് ഇരിപ്പിടമായിട്ടുള്ളവനായിക്കൊണ്ട്, പരരസ പരിപൂർണായ, പരരസം എന്ന് പറഞ്ഞാൽ ആനന്ദഭാവം തന്നെയാണ്, പൂർണ്ണാനന്ദ സ്വരൂപനായ തസ്മൈ, പരരസ പരിപൂർണനായ വിഷ്ണു, അല്ലയോ വിഷ്ണു, തേ നമഃ, നിനക്കായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ ആ നിഷ്കല ബ്രഹ്മത്തിനെ വിഷ്ണു രൂപമായിട്ടും ഇവിടെ സങ്കല്പിച്ചു എന്നർത്ഥം. നോ തിരിയഞ്ചം ന മൃത്യം ന സുരം ന സ്ത്രീയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണവപി സദസദ്വാപി തേ രൂപമാഹോ. ശിഷ്ടം യത്സ്യാന്നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത്കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. നോ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ന എന്നുള്ള അർത്ഥമാണ്, അങ്ങനെയല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ന അത് നോ എന്നുള്ള വാക്കും ന എന്നുള്ള അതിൻ്റെ അതേ അർത്ഥത്തിലുള്ളതാണ്. തിരിയഞ്ചം എന്ന് പറഞ്ഞാൽ തിരിയക്കുകളുടെ രൂപത്തിലല്ല, മനുഷ്യരെ അല്ലാത്ത ജീവികളെയൊക്കെയാണ് തിരിയക്കുകൾ എന്ന് പറയുന്നത്. പിന്നെ മർത്യം രൂപം, മനുഷ്യരൂപമല്ല. എന്നുവെച്ചാൽ സുരം, ദേവരൂപമല്ല. അസുരമല്ല, അസുരരൂപമല്ല. സ്ത്രീയം, സ്ത്രീരൂപമല്ല. പുമാംസം, പുരുഷരൂപമല്ല. ദ്രവ്യം, വസ്തുവാമല്ല. കർമ്മം അല്ല. ജാതി, ഗുണമല്ല. സദസദ്വാപി, എന്നാൽ ഉണ്ട് എന്നുള്ള, സത്ത് അസത്ത്, ഉണ്ട് എന്നുള്ള രൂപമാണോ അല്ല, അസത്ത് ഇല്ല എന്നുള്ള രൂപമാണോ അതുമല്ല. തേ രൂപം, അങ്ങയുടെ രൂപം ഇതൊക്കെയാണോ എന്ന് ചോദിച്ചാൽ ന എന്ന് മാത്രമേ പറയാനൊക്കെയുള്ളൂ. അങ്ങനെയല്ല എന്ന് മാത്രം പറയുന്ന, എന്തും നിർവചനം പറയാൻ വന്നാലേ അതല്ലല്ലോ എന്നേ പറയാനൊക്കെ ഉള്ളൂ ഭഗവാന്റെ രൂപം. ശിഷ്ടം യത് സ്യാത്, ഒരു വസ്തു അല്ലെങ്കിൽ പിന്നൊന്നുണ്ടല്ലോ, അതെന്താണ്? നിഷേധേ സതി, അങ്ങനെ നിഷേധിക്കുമ്പോൾ ശിഷ്ടമായിട്ടിരിക്കുന്നത് എന്താണ്? യത് സ്യാത്, അതിനെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടുന്നാണ് നിഗമശതൈഹി. നിഗമം എന്ന് പറഞ്ഞാൽ വേദ, ശതം എന്ന് പറഞ്ഞാൽ പല ജ്ഞാനമാർഗത്തിൽ കൂടെ അത് ലക്ഷണാവൃത്തിത, അവിടെയും നേരിട്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാക്കത്തില്ല. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ലക്ഷണാവൃത്തിയുണ്ട്. ലക്ഷണാവൃത്തി എന്ന് പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങൾ, ആ വൃത്തിയിൽ നിന്നാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്. വൃത്തിതഃ തത്, അത് കൃച്ഛ്രേണ ആവേദ്യമാനം, വളരെ പ്രയാസപ്പെട്ട്, ആവേദ്യമാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കത്തക്കതാണ്, ആക്കേണ്ടതാണ്. അതെന്താണ്? പിന്നെ പരമസുഖമയം, ആനന്ദസ്വരൂപമായ ആ ഭാവത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തഫാതി, ശോഭിക്കുന്നു. തസ്മൈ നമസ്തേ, അവനായിക്കൊണ്ട്, ആ ആനന്ദ സ്വരൂപത്തിനായിക്കൊണ്ട് നമസ്കാരം. മായായാം ബിംബിതസ്ത്വം സൃജസി മഹദഹങ്കാരതന്മാത്രഭേദൈർഭൂതഗ്രാമേന്ദ്രിയാദ്യൈരവി സകലജഗത്സ്വപ്നസങ്കൽപ്പകൽപ്പം ഭൂയ സംഹൃത്യ സർവം കമഠൈവ വദാന്യാത്മനാ കാലശക്ത്യാ ഗംഭീരേ ജായമാനേ തമസി വിധിമിരോഭാസി തസ്മൈ നമസ്തേ. മായായാം ബിംബിതഃ, പിന്നെ ഈ ഭഗവാനെ എങ്ങനെയാണ്? മായയിൽ ബിംബിതൻ, മായാശക്തിയിൽ പ്രതിബിംബിച്ചാണ് സൃജസി. ആ മായാശക്തിയാൽ എന്തിനെയൊക്കെ സൃഷ്ടിക്കുന്നു? നീ എന്നുള്ളതാണ് സൃജസി മധ്യപുരുഷനാണ്. മഹദ് അഹങ്കാര തന്മാത്ര ഭേദൈഹി, ആ മായയുടെ സൃഷ്ടി വരുമ്പോഴേ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി വരുമ്പോൾ ആദ്യത്തെ രൂപങ്ങളാണ് മഹത്തത്വം, അഹന്തത്വം, തന്മാത്രകൾ, പഞ്ചഭൂതങ്ങൾ, അതിൻ്റെ തന്മാത്രകൾ, അതാണ് ഭേദൈഹി. പിന്നെ ഭൂതഗ്രാമം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂത, ഗ്രാമം എന്ന് പറഞ്ഞാൽ കൂട്ടം, 5 ഭൂതങ്ങൾ. ഇന്ദ്രിയാദ്യേഹി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവകളാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. സകല ജഗത്ത്, എല്ലാ ജഗത്തിനെയും സ്വപ്നസങ്കല്പകല്പമായിട്ടാണ്, സ്വപ്നത്തിൽ കൽപ്പിക്കുന്നത് പോലെ കൽപ്പിക്കുന്നത്. കൽപ്പം എന്ന് പറഞ്ഞാൽ തുല്യം, സ്വപ്നത്തിലെ സങ്കല്പം പോലെ തുല്യമാണ് ഈ പ്രപഞ്ചം, നാം കാണുന്ന പ്രപഞ്ചം. അങ്ങനെ സൃഷ്ടിക്കുന്നു എന്നാണ്. ശരിക്ക്
വസ്തുവായിട്ട് സൃഷ്ടിക്കുകയല്ല, അത് ആ മായയിൽ ഇങ്ങനെ പ്രതിബിംബിച്ച് തോന്നുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. ഭൂയഹ പിന്നീട് ഓരോ കാലം കഴിയുമ്പോൾ സംഹൃത്യ ഇതിനെയെല്ലാം തിരിച്ച് ആ പരമാത്മ സ്വരൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. സംഹൃത്യ സർവം സംഹരിച്ചിട്ട് എല്ലാത്തിനെയും നടക്കുമ്പോൾ കാല് വെളിയിൽ കാണും. അതേസമയം ഒരു ശബ്ദം കേട്ടാൽ കാലെല്ലാം ഉള്ളിലോട്ടങ്ങ് പോകും, പിന്നെ ആ തോട് മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ കമഠ കമഠ എന്ന് പറഞ്ഞാൽ പദാനി കമഠം കാലുകളെ എന്ന പോലെ തിരിച്ച് എടുക്കുന്നു. ആത്മനാ കാലശക്തി, ഇതെല്ലാം എന്താണ്? ആ കാലശക്തിയാലാണ്. ഈ മായ എന്ന് പറയുന്നതിന് വേണമെങ്കിൽ ആ കാലശക്തി എന്ന് പറയാം. കാലസ്വരൂപൻ ഭഗവാനാണ്. കാലശക്തി എന്ന് വേണമെങ്കിൽ പറയാം. ആ മായയുടെ ശക്തിയാൽ. ഗംഭീരേ ജായമാനേ തമസി ജായമാനേ, അങ്ങനെ ആ പ്രളയ സമയത്താണ് ഇത് തിരിച്ച് ഭഗവാനിലേക്കുന്നത്. തമസ് ജായമാനെ ഉണ്ടാകുമ്പോൾ അത്രയും കാലമാണോ പ്രപഞ്ചം നിന്നത്, അത്രയും കാലം ഇരുട്ടും പ്രളയവുമാണ്. ആ സമയത്ത് ജായമാനം ഉണ്ടാകുമ്പോൾ ഗംഭീരമായ തമസുണ്ടാകുമ്പോൾ വിതിമിരഹ, അപ്പോഴും ഭഗവാന്റെ സ്വരൂപം എന്താണ്? തമസല്ല, എപ്പോഴും പ്രകാശവാനാണല്ലോ. അങ്ങനെ നീ ഭാസി ശോഭിക്കുന്നു. തസ്മൈ നമസ്തേ, ആ സ്വരൂപത്തിനായിക്കൊണ്ട് അവനായിക്കൊണ്ട് നമസ്കാരം. ശബ്ദബ്രഹ്മേതി കർമ്മേത്യനുരിതി ഭഗവൻ കാലയിത്യാലബന്ധി ത്വാമേകം വിശ്വഹേതും സകലമേതയാ സർവഥാ കൽപ്യമാനം വേദാന്തൈറിയത്വഗീതം പുരുഷപരചിതാത്മാഭിധം തത്വം പ്രേക്ഷാമാത്രേണ മൂലപ്രകൃതി വികൃതി കൃഷ്ണ തസ്മൈ നമസ്തേ. ശബ്ദബ്രഹ്മം ഭഗവാനെക്കുറിച്ച് ഒരു സങ്കല്പമാണ്. ഭഗവാൻ കർമ്മ ഇതി, കർമ്മം എന്ന് പറയും. അണുരിതി, അണു എന്ന് ഭഗവാനെ മനസ്സിലാക്കാം. ഭഗവൻ കാലമെന്ന് ആലബന്ധി, എങ്ങനെ പല രൂപത്തിൽ അങ്ങയുടെ സ്വരൂപം പറയപ്പെടുന്നു. ആലബന്ധി എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു. ത്വാമേകം, ഏകനായ നിന്നെ തന്നെ. വിശ്വഹേതുവാണ്, പ്രപഞ്ചത്തിലെല്ലാം കാരണമായ അങ്ങേ. സകലമയതയ, എല്ലാത്തിലും ഉൾപ്പെടുന്ന സകലമയത, സർവഥാ കൽപ്യമാണ്, എല്ലാ പ്രകാരത്തിലും പറയപ്പെടുന്നവനാണ്, കൽപ്പിക്കപ്പെടുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങയെ ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നു, ആ ഭാവങ്ങളിലെല്ലാം അറിയപ്പെടുന്നു. വേദാന്തങ്ങളാൽ, വേദാന്തൈഹി യതത്വ ഗീതം, യാതൊന്നാണോ ഗീതമായിട്ടുള്ള പറയപ്പെട്ടിട്ടുള്ളത്. പുരുഷ പര ചിതാത്മാഭിധം, പുരുഷൻ, പരൻ, ചിത്ത്, ആത്മാവ് തുടങ്ങിയ പേരുകളിൽ വേദാന്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷൻ എന്ന് പറയും, പരൻ എന്ന് പറയും, ചിതാത്മാവ്, ചിത്ത് എന്ന് പറയും, ആത്മാവെന്ന് പറയും, അഭിധ എന്ന് പറഞ്ഞാൽ ഈ പേരുകളിലൊക്കെ പറയപ്പെടുന്ന ഗീതം പറയപ്പെടുന്നത്. ആ തത്വം പ്രേക്ഷാമാത്രേണ, ആ തത്വം ആ കടാക്ഷത്താൽ മാത്രം മൂലപ്രകൃതി വികൃതികൃത്താണ്. ആ പ്രപഞ്ചത്തിൻ്റെ വികൃതി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമായിട്ട് വിവർത്തമാകുന്നതിന് ആ പ്രക്രിയ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ തത്വത്തെ തസ്മൈ നമസ്തേ കൃഷ്ണ. അവിടെ പട്ടതിരി കൃഷ്ണനെ വിളിക്കുന്നുണ്ട്, അല്ലയോ കൃഷ്ണ, അവനായിക്കൊണ്ട് നമസ്കാരം. സത്വേന സത്തയാവാൻ നഖലു സദസത്വേന നിർവച്യരൂപാധത്തേയസാവിദ്യ ഗുണഭണി മതിവത് വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവയാത ശ്രുതിവചനലവൈർ യത്കൃവാസ്യന്തലാഭേ സംസാരാരണ്യ സദ്യസ്തൃടന പരശുതാമേതി തസ്മൈ നമസ്തേ. സത്വേന അസത്തയാവ, അത് സത്താണ് എന്ന് പറയും, ഉണ്ട് എന്നുള്ള അവസ്ഥയുണ്ട്. പിന്നെ അസത്തയ എന്നാൽ അങ്ങനെയല്ല, ഇല്ല എന്നുള്ള അവസ്ഥയാണ്. ഇല്ലാത്തതായിട്ടോ ഉള്ളതായിട്ടോ പിന്നെ ഒരു രൂപങ്ങളുണ്ട്. നജഖലു സദസത്വേന, ഉണ്ട് എന്നും ഇല്ല എന്നുള്ള രൂപം. അങ്ങനെ നിർവാച്യ രൂപ, അങ്ങനെ നിർവചിക്കാൻ പറ്റാത്ത രൂപത്തോടു കൂടിയവന്. ഉണ്മയുണ്ട്, ഉണ്മയില്ല, എന്നാൽ ഇത് രണ്ടും കൂടെ ചേർന്നതാണ്, അങ്ങനെ പറയാൻ പറ്റാത്തതാണ് അർത്ഥം. സത്തേ സ്ഥരിക്കുന്നു, യാതൊരു ആ ശക്തി, അസൗ ഇവൻ. അവിദ്യ മായ എന്നർത്ഥം. ആ മായ ഗുണഭണി എന്ന് പറഞ്ഞാൽ, ഗുണം എന്ന് പറഞ്ഞാൽ ചരട്, ഭണി എന്ന് പറഞ്ഞാൽ സർപ്പം. അത് പ്രകാശം വരുമ്പോൾ ഒരു ചരട് കിടക്കുന്ന ചരടാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ പ്രകാശം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ പാമ്പാണ് എന്ന് തോന്നുമല്ലോ, അതാണ്. ആ അവിദ്യ രൂപം വരുമ്പോൾ ചരടും പാമ്പ് എന്നതുപോലെ
വിശ്വദൃശ്യാവഭാസം. പക്ഷേ അത് മാറിയിട്ട് പ്രകാശം വരുമ്പം വിശ്വത്തെ മുഴുവൻ കാണാം. ഇതിലെവിടെപ്പോഴും ഇരുട്ട് മായയും പ്രകാശം ഭഗവാനുമാണ്. ഭഗവാൻ വരുമ്പോൾ, ഭഗവാന്റെ തത്വം വരുമ്പോൾ, മനസ്സിലാകുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ശരിക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കും എന്നർത്ഥം. വിദ്യാത്വം സൈവയാത, വിദ്യാത്വം അറിവ് യാത അതിനെ പ്രാപിച്ചിട്ട് ശ്രുതി വചന ലവൈഹിയാണ് വിദ്യാത്വം. ആ ഭാവമുള്ളപ്പോൾ എങ്ങനെയാണ് ഇതെന്ന് പ്രകാശമാനമാകുന്നത്? ശ്രുതി വേദം, വേദ വചന ലവം എന്ന് പറഞ്ഞാൽ ചെറിയ തോതിലെങ്കിലും മനസ്സിലായി വരുമ്പോൾ കുറേശ്ശെ മനസ്സിലായി വരുമ്പോൾ എന്നർത്ഥം. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. കൃപാസ്യന്തലാഭേ, അങ്ങയുടെ കൃപ ഒഴുകുന്ന കൃപയുടെ ലാഭത്തിലാണ് ഇത് കിട്ടുന്നത്. അപ്പോഴെന്ത് കിട്ടും? സംസാരാരണ്യ സദ്യസ്തൃടന പരിശുതാമേതി. സംസാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാകുന്ന അരണ്യം, വനത്തിനെല്ലാം വെട്ടിക്കളയാൻ സാധിക്കുന്ന, പെട്ടെന്ന് തൃടനം എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയാൻ സാധിക്കുന്ന മഴു പരിശുത ഏതി അതിനെ സ്വീകരിക്കുന്നു, ആ ഭാവത്തെ സ്വീകരിക്കുന്നു. ആ വിദ്യ ഒരു പരശുവായിട്ട് മാറുന്നു. അത് കിട്ടുന്നത് അങ്ങയുടെ കൃപ കൊണ്ടും പിന്നീട് വേദത്തിൻ്റെ കുറേശ്ശെയുള്ള മനസ്സിലാക്കൽ കൊണ്ടുമാണ് എന്നർത്ഥം. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഘടശരാവാദികേ മൃത്തികാവത്തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്ജോശ്ച യദ്വത് വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. ഈ പദ്യത്തിലും ജ്ഞാനം ലഭിക്കുമ്പോൾ ഭഗവാനെ മനസ്സിലാക്കുന്നത് കൂടുതൽ പറയുന്നുണ്ട്. ഭൂഷാസു സ്വർണവത്വ, ഇവിടെ സ്വർണം അതാണ് സത്യമാണ്. പക്ഷേ ആഭരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആഭരണങ്ങളിലെ സ്വർണം ശ്രദ്ധിക്കത്തില്ല. സ്വർണ്ണമാണ് എന്ന് മാത്രം അറിയാം. പക്ഷേ ആഭരണങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ സ്വർണം വാങ്ങാൻ പോകുന്നു എന്നുള്ളതല്ല. ആഭരണങ്ങളിൽ സ്വർണത്തെ പോലെയും ജഗതി ഘടശരാവാദികേ മൃത്തിയാവത്. കുടം നമ്മൾ വാങ്ങാൻ പോകുമ്പോഴേ അതിലെ മണ്ണ് നമുക്ക് ഒട്ടും തന്നെ ചരാതെ, കടം മുതലായവയിലെ മണ്ണിനെക്കുറിച്ച്, അതിലെ മണ്ണിനെ പോലെയും, അതാണ് അതിൻ്റെ സത്യമുള്ളത്. അതിലെ മണ്ണാണ്. ആദിവത്ത് എന്ന് പറഞ്ഞാൽ തുടങ്ങിയവയെ പോലെയും തത്വേ സഞ്ചിന്യമാനേ, അവയിലെ തത്വം എന്നതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്ഫുരതി എന്ന് പറഞ്ഞാൽ സ്ഫുരിക്കുന്നു, മനസ്സിലാകുന്നു. അത് അധുനാപ്യദ്വിതീയം, അങ്ങയുടെ അദ്വിതീയമായ തേ വപുഹു, അങ്ങയുടെ ആ ശരീരം, അങ്ങയുടെ തത്വം എന്താണെന്ന് അന്നേരം നമുക്ക് മനസ്സിലാക്കാം. അധുനാപി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നീട് വീണ്ടും അവിദ്യയുടെ കാര്യമാണ്. സ്വപ്നദൃഷ്ടു, സ്വപ്നം കാണുന്നവന് പ്രബോധേ, ഉണരുമ്പോഴാണ് തിമിരലയവിധവും, അപ്പോഴെങ്ങനെയാണോ സത്യം മനസ്സിലാക്കുന്നത് അതുപോലെ. തിമിരം എന്ന് പറഞ്ഞാൽ ഇരുട്ടിൻ്റെ ഇരുട്ട് ലയം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇല്ലാതാകുമ്പോൾ ജീർണരജ്ജോശ്ച, ആ രജ്ജു ചരട് പോയി കഴിഞ്ഞു. അവിടെ ജീർണരജ്ജു എന്ന് പറഞ്ഞാൽ ജീർണമായ ഒരു ചരടിൻ്റെ ഭാവം മനസ്സിലാവും, പാമ്പല്ല എന്നുള്ളത് മനസ്സിലാവും. യദ്വത്, അതുപോലെയാണ് വിദ്യാലാഭത്തിൽ. തഥൈവ, അപ്രകാരം തന്നെയാണ് സ്ഫുടമപി വികസേ, സ്ഫുടമായിട്ട് വികസിക്കുന്നു സത്യം വികസിക്കുന്നു. ഭഗവാന്റെ സത്യം മനസ്സിലാക്കുന്നതും ഇങ്ങനെയാണ് എന്നർത്ഥം. വിദ്യ മാറി വിദ്യ പല പ്രകാരത്തിൽ നമുക്ക് ലഭിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അസത്യം, പ്രപഞ്ചത്തിൻ്റെ അസത്യഭാവം മാറിയിട്ട് ഭഗവാന്റെ സത്യഭാവം മനസ്സിലാകുന്നു എന്നുള്ളതാണ്. തസ്മൈ നമസ്തേ, ആ ഭഗവാനെ നമസ്കാരം. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാദിവായുസ്തധാന്യേദ്ഭീത പത്മജാദ്യാ പുനരുചിതവീനാഹരന്തേനുകാലം ഏനൈവാരോപിതാഃ പ്രാങ് നിജപദമപി തേ ച്യാവിതാരശ്ച പശ്ചാത് തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണ കുർമ്മ പ്രണാമം. യദ്ഭീത്യ സൂര്യ ഉദേതി എന്നാണ്. യാതൊരു ശക്തിയുടെ ഭീതിയാൽ സൂര്യൻ ഉദിക്കുന്നു. ദഹതിജ
ദഹനോ, ദഹനം എന്ന് പറഞ്ഞാൽ അഗ്നി, ദഹതി അഗ്നി ജ്വലിക്കുന്നു. വാതിവായു വായു കാറ്റടിക്കുന്നു, വാതി. തഥാന്യേ അങ്ങനെ മറ്റെല്ലാവരും. യദ്ഭീതാഹ യാതൊരു ശക്തിയെ ഭയപ്പെട്ടവരായിട്ടാണ് പത്മജാദ്യാഹ. പത്മജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. പത്മം താമരയാണല്ലോ. താമരയിൽ ജനിച്ചവനായ ബ്രഹ്മാവ്, അദ്യാഹ എന്ന് പറഞ്ഞാൽ തുടങ്ങിയവരും പുനഃ ഉചിത ബലീൻ ഉചിതമായ കർമ്മങ്ങളെയൊക്കെ ആഹരന്തേ, ബലികളെയൊക്കെ ആഹരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളെയൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാലെല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു കാലമനുസരിച്ച്. ഏനൈവ ആരോപിതാഹ പ്രാക്, യാതൊന്നിനാലാണോ, യാതൊരു ശക്തിയാലാണോ പണ്ട് പ്രാക് എന്നാണ്. മുമ്പ് നിജപദം ആരോപിതാഹ, തൻ്റെ പദവികളിലെയൊക്കെ ആരോപിതരായി ബ്രഹ്മാവ് തുടങ്ങിയവരെ ആ പദവിയിൽ വെച്ചതാരാണെന്നർത്ഥം. തേ ച്യാവിതാരശ്ച എന്ന് മാത്രമല്ല, കാലം കഴിയുമ്പോൾ അവരെയൊക്കെ അവിടെ നിന്ന് മാറ്റപ്പെടുന്നവരുമാകുന്നു. പശ്ചാത്ത് പിന്നീട് മാറ്റപ്പെടുന്നവരുമാകുന്നു. തസ്മൈ അങ്ങനെയുള്ള അവനായിക്കൊണ്ട്, ആ ശക്തിക്കായിക്കൊണ്ട്, വിശ്വം നിയന്ത്ര വിശ്വത്തെയൊക്കെ നിയന്ത്രിക്കുന്നവനായിക്കൊണ്ട്, വയമപി ഞങ്ങളും ഭവതേ അങ്ങയ്ക്ക് പ്രണാമം കുർമഹ പ്രണാമം ചെയ്യുന്നു. അല്ലയോ കൃഷ്ണ, ഞങ്ങളും പ്രണമിക്കുന്നു. ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിതം ത്രിക്ഷരസ്യൈകവച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരവി നിഗമൈർഗീയമാനസ്വരൂപം തിസ്രോവസ്ഥാവിദന്തം ത്രിയുഗജനിയുഷം ത്രിക്രമക്രാന്തവിശ്വം ത്രൈകല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദൈർഭജേ ത്വം. ഇതിൽ 3 അവസ്ഥകൾ, പല തരത്തിലുള്ള 3 അവസ്ഥകളുടെ സംയോജനം ആണ് പ്രപഞ്ചമെന്ന് പറയുന്നതാണ്. ത്രൈലോക്യം ഭാവയന്തം, ത്രൈലോക്യം എന്ന് പറഞ്ഞാൽ 3 ലോകം ത്രിഗുണമയമാണ്. ഈ 3 ലോകം ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സത്വരജസ്തമോ ഗുണങ്ങളാണ്. ആ 3 ഗുണങ്ങളാൽ ഭാവയന്തം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്നതാണ് ഈ ലോകം. ത്രിക്ഷരസ്യൈകവാച്യം, ത്രിക്ഷരസ്യ ഏകവാച്യം എന്ന് പറഞ്ഞാൽ 3 അക്ഷരം കൂടുന്ന ഏകരൂപമുണ്ട്. അത് ആ ഉ മ എന്നുള്ള ആ അക്ഷരങ്ങൾ ചേർന്ന ഓങ്കാരം, അതാണ് ഏകവാച്യം. ത്രീശാനാമൈക്യരൂപം, ഈശ്വന്മാരെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ഇവരുടെ ഏകരൂപമാണ്. ത്രിഭിരവി നിഗമൈർഗീയമാന സ്വരൂപം എന്നാണ്. 3 നിഗമം എന്ന് പറഞ്ഞാൽ വേദങ്ങളാൽ പാടപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയാണ്. അത് ഋക്ക്, യജസ്, സാമം, ഈ 3 വേദങ്ങളാണ് ഭഗവാന്റെ തത്വത്തെ കൂടുതൽ വർണ്ണിക്കുന്നത്. ഗീയമാന സ്വരൂപമാണ്. തിസ്രോവസ്ഥാവിദന്തം, 3 അവസ്ഥകൾ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഉണർന്നിരിക്കുന്നത്, പിന്നെ ഉറക്കം, സ്വപ്നം, ഇതിനെയാണ് 3 അവസ്ഥകൾ. ആ വ്യവസ്ഥകളിൽ കൂടിയാണ് അറിയപ്പെടുന്നത് ഈ പ്രപഞ്ചം അറിയുന്നു എന്നർത്ഥം. ത്രിയുഗ ജനിജുഷം, 3 യുഗങ്ങളിലെ ജനി എന്ന് പറഞ്ഞാൽ അവതാരങ്ങളിൽ കൂടിയത്, ജുഷം എന്ന് പറഞ്ഞാൽ കൂടിയത്. 3 യുഗം, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഈ 3 യുഗങ്ങളിലെ ജന്മം എന്ന് പറയും. അതിനെ വേറെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറയുന്നത് കൃതയുഗത്തിൽ ജന്മം വേണ്ട, അത് ധർമ്മയുഗമായതുകൊണ്ട് അവിടെ പ്രത്യേകം ഒരു ജന്മത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മറ്റ് 3 യുഗം എന്നൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്. പിന്നീട് ഒരു വ്യാഖ്യാനം പറയുന്നത് ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൻ്റെ അവസാനം ജനിക്കുന്നു. കൽക്കി ഈ കലിയുഗത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ കൃതയുഗത്തിൻ്റെ ആരംഭത്തിലാണ്. അപ്പോൾ കൃതയുഗത്തിൻ്റെ ആരംഭത്തിലും ദ്വാപരയുഗത്തിൻ്റെ അവസാനത്തിലുമാണ്. അപ്പോൾ അതിനിടയ്ക്കുള്ള കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം ചേർന്നതാണ് 3 യുഗമെന്നും വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ആ 3 യുഗങ്ങളിൽ, ഇങ്ങനെ 3 യുഗങ്ങളിൽ ജനിയുഷം, ജനിയുള്ളതുമായ ത്രിക്രമാക്രാന്ത വിശ്വം, വിശ്വത്തെ മുഴുവൻ അളന്നെടുത്ത ആ വാമനാവതാരത്തിൻ്റെ ആ കഥയാണ് ഇവിടെ പറയുന്നത്. 3 ക്രമം കൊണ്ട് ആക്രാന്തം, അളന്നെടുത്ത വിശ്വത്തോടു കൂടിയതാണ്. അങ്ങയുടെ ഭാവത്തിൻ്റെ, ആ ഭഗവാന്റെ ഭാവത്തെയാണ് ഇവിടെ പറയുന്നത്. ത്രൈകാല്യേ ഭേദഹീനം, ത്രൈകാല്യം എന്ന് പറഞ്ഞാൽ ഭൂതം, വർത്തമാനം, ഭാവി കാലങ്ങളിൽ ഭേദമില്ലാത്ത വിഹി യോഗഭേദൈഹി, 3 യോഗഭേദങ്ങളാൽ അഹം ഞാൻ എല്ലായ്പ്പോഴും ത്വം ഭജേ. ഞാൻ ആ യോഗഭേദം എന്നോട് പറഞ്ഞത് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, അവയുകൊണ്ട് ഞാൻ അങ്ങനെ ഭജിക്കുന്നു. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തപോർനിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണവ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തന്നിരവധി
മഹിമോല്ലാസി നിർലീനമന്തർനിസ്സംഗാനാം വിനീനാം നിരുപമപരമാനന്ദ സാന്ദ്രപ്രകാശം. ഭഗവാന്റെ സ്വരൂപത്തെ വീണ്ടും പറയുന്നത് സത്യമാണ്, ശുദ്ധമാണ്, വിബുദ്ധം, ജ്ഞാനസ്വരൂപമാണ് അർത്ഥം. ജയതി തപോബുഹു, അങ്ങനെയുള്ള അങ്ങയുടെ ശരീരം ജയിക്കട്ടെ, ജയിക്കുന്നു. നിത്യമുക്തം, എപ്പോഴും എല്ലാത്തിൽ നിന്നും മോചനം ഉള്ളതാണ്. നിരുഹം, ഒരു ആഗ്രഹം അങ്ങനെയുള്ള ഒരു ഭാവമില്ലാത്തതാണ്. നിർദ്വന്ദ്വം, ദ്വന്ദ്ഭാവമൊന്നും ഇല്ലാത്തതാണ്. നിർവികാരം, മാറ്റമില്ല. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം, അതില്ലാത്തതാണ്. നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം, എല്ലാ ഗുണഗണങ്ങളെയും വ്യഞ്ജിപ്പിക്കുന്നതിന് ആധാരഭൂതങ്ങളാണ്. നിർമൂലം, കാരണമില്ലാത്തതാണ്. നിർമ്മലമാണ്. നിരവധി മഹിമോല്ലാസി, മഹിമകൾ പലതിന്, അതുകൊണ്ട് ഉല്ലാസിയാണ്, ഉല്ലസിക്കുന്നതാണ്. നിർലീനം അന്തഃ നിസ്സംഗാനാം മുനീനാം, നിസ്സംഗന്മാരായ മുനിമാരുടെ അന്തർഭാഗത്ത് മനസ്സിൽ നിർലീനം ലയിച്ചിരിക്കുന്നതാണ്. നിരുപമ പരമാനന്ദസന്ദ്രപ്രകാശം, ഉപമയില്ലാത്ത ആനന്ദസന്ദ്രപ്രകാശം, ആനന്ദ പ്രകാശരൂപമായ അങ്ങയുടെ ഭാവം, ജയതി നമുക്ക് ക്രിയയുണ്ടല്ലോ, അത് ജയിക്കുന്നു. അത് എപ്പോഴും ആൾക്കാർ അങ്ങനെയുള്ള ഭാവത്തെയാണ് സ്മരിക്കുന്നത് എന്നർത്ഥം. ദുർവാരം ദ്വാദശാരം ത്രിശതപരിമിളഷഷ്ടി പർവാഭിവീതം സംഭ്രാമ്യത്ക്രൂരവേഗം ക്ഷണമനു ജഗദാച്ഛിദ്യ സന്ധാവമാനം ചക്രം തേ കാലരൂപം വ്യഥേതു നതുമാം ത്വത്പദൈകാവലംബം വിഷ്ണോ കാരുണ്യസിന്ധോ പവനപുരപദേ പാഹി സർവാമയൗഖാത്. അങ്ങയുടെ കാലസ്വരൂപമായ ചക്രം എനിക്ക് ഒരു വ്യഥയും ഉണ്ടാക്കാതെ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ എന്നാണ്. ദുർവാരം എന്ന് പറഞ്ഞാൽ ആരായാലും തടയുവാൻ സാധിക്കാത്തത്. പിന്നീട് ആ കാലചക്രത്തിൻ്റെ കാര്യം ദ്വാദശാരം, 12 ആരം എന്ന് പറഞ്ഞാൽ അഴികൾ ഉള്ളത്. പിന്നീട് ത്രിശതം എന്ന് പറഞ്ഞാൽ 300 പരിമളത്തിന് അതിനോട് കൂടിയത് ഷഷ്ടി എന്ന് പറഞ്ഞാൽ 60 പർവ്വം, അങ്ങനെ മുനകളുള്ളതാണ് ഈ ചക്രം. 12 മാസവും 360 ദിവസവും ചേർന്ന ആ കാലചക്രം. അങ്ങനെയുള്ള കാലചക്രങ്ങളുടെ ഒരു 100 ഒരു മനുഷ്യജന്മത്തിലെ. പിന്നെ സംഭ്രാമ്യ ക്രൂരവേഗം, വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാലചക്രം. ക്ഷണം ജഗദാച്ഛിദ്യ, ഒരു ക്ഷണത്തിൽ തന്നെ ജഗത്തിനെ മുഴുവൻ വലിച്ചുകൊണ്ട് സന്ധാവമാനം ഓടുന്നതാണ് ഈ കാലചക്രം. അത് ചക്രം, അങ്ങനെയുള്ള ചക്രം. തേ ചക്രം, കാലരൂപമായ ചക്രം. മാം നതു വ്യഥേതു, എന്നെ ദുഃഖിപ്പിക്കരുതേ, ആ കാലചക്രത്തിൽ പെട്ട് ഞാൻ ദുഃഖം അനുഭവിക്കല്ലേ എന്നർത്ഥം. ത്വത്പദൈകാവലംബം, നിൻ്റെ പദത്തെ മാത്രം അവലംബമായി സ്വീകരിച്ചിട്ടുള്ള എന്നെ അങ്ങനെ എനിക്ക് വ്യഥയുണ്ടാക്കല്ലേ എന്നർത്ഥം. വിഷ്ണു, അല്ലയോ വിഷ്ണു, കാരുണ്യസിന്ധോ പവനപുരപതി, ഗുരുവായൂരപ്പ പാഹി, രക്ഷിച്ചാലും. ഇങ്ങനെ സർവാമയൂഖാൽ, എല്ലാ രോഗങ്ങളുടെ കൂട്ടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.